സത്യസന്ധമായിട്ട് പറഞ്ഞാൽ താറാവ് മപ്പാസിനെ തോപ്പിക്കുന്ന മാങ്ങക്കറിയാണ് മാങ്ങ മപ്പാസ്. ഇത് ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യാത്തവർ വൻ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഈ കറിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട്. കൊളുത്തിടാതി അത്രയും വലിയ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇച്ചിരി ആർഭാടാണെന്ന് എനിക്കറിയാം. ചോറിലോട്ട് വെച്ചിട്ട് ഒരു ഉണക്കമീൻ, കൊഴുവയോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണക്കയില കുഴച്ചിട്ട് ഇങ്ങനെ തിന്നണം. ഒരു പറയുടെ ചോറുണ്ട്. അപ്പം എന്തിനാണെന്ന് ചോദിക്കും, എന്തിനാ ഒരു പറയുടെ ചോറുണ്ട്, ആവശ്യത്തിന് ഉണ്ടാപ്പോരെ എന്ന് ചോദിക്കും. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ സ്ത്രീകൾ, പെൺകുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കണ്ട മോനെ, ഞാനൊന്ന് നോക്കട്ടെ. ഓ എൻ്റെ മോനെ, എന്താ മോനെ ടേസ്റ്റ്. ഇനി മറ്റേ സാധനം അതെന്താണെന്ന് ലാസ്റ്റേ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പരിപാടി പകുതിക്ക് വെച്ച് കണ്ടിട്ട് നിർത്തിയിട്ട് പോകും. അങ്ങനെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ചേച്ചി ഇപ്പോൾ ഈ കറി ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മണിച്ചേട്ടനെയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും നമ്മൾ സാധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷുകളാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇന്നും അതുപോലെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊരു കഥ പറയാനുണ്ട്. അതിന് മുമ്പ് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഇച്ചിരി സമയം ഇരിക്കേണ്ടത്, എന്നിട്ട് നമുക്ക് കഥയിലോട്ടൊക്കെ പോകാം. മാങ്ങ, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മാങ്ങ, വെറുതെ പച്ച മാങ്ങയും 5-6 സവാളയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലോൽസ്കി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് പറയുന്നതിന് മുൻപ് ആദ്യം ഇത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതൊരു 5 ചെറിയ മാങ്ങ, ഒരു 1/2 കിലോ മാങ്ങ ഉണ്ടാവും കേട്ടോ. ഇത് 1/2 കിലോ മാങ്ങ. അപ്പോൾ ആ മാങ്ങേനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗൾ ഞാൻ ഇതിനകത്തോട്ട് വെക്കുവാണേ. ഇതിൻ്റെ ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് മുറിക്കണേ. ഈ ഇങ്ങനെ ഒരു പൂളിയിട്ട് ഇങ്ങനെ കോണിച്ച് അരിയില്ലേ, ഒരു 1.5 ഇഞ്ച് വണ്ണമുള്ള ഇങ്ങനെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഇതിങ്ങനെ മുറിക്കാൻ പാടും കേട്ടോ. ഈ കറിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട്. അപ്പോൾ മാങ്ങ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാരണ മുളക് പൊടി മതിയെ, കാശ്മീരി ചില്ലി ഒന്നും വേണ്ട, സാധാരണ മുളക് പൊടി. ഇനി പ്രധാനപ്പെട്ട സാധനം മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇച്ചിരി അധികം വേണം കേട്ടോ. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കിയാലും പായസത്തിന് പോലും നമ്മൾ ഒരു നുള്ളുപ്പിടും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് മാങ്ങയാവുമ്പോൾ ഉപ്പ് വേണം. അപ്പോൾ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിക്കണം. ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു. ഒന്ന് വെള്ളം വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം, ഒന്ന് മിങ്കിളാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിനെ നമ്മൾ നല്ലോണം മാങ്ങയിൽ തേച്ചങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ എനിക്കൊരു ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് പൊടി പിടിക്കില്ല. ഒരു 2 സ്പൂൺ വെള്ളം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കഥ പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട് അറിയാലോ, കിഴക്കമ്പലത്താണ്. അപ്പം എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് അങ്കമാലി, ചാലക്കുടി, അങ്ങനെ അങ്ങോട്ട് പെരുമ്പാവൂർ, ഈ ഭാഗത്തൊക്കെയുള്ള കല്യാണ സദ്യകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ തലേദിവസവും പിറ്റേ ദിവസം വിളമ്പണ, എനിക്ക് തോന്നുന്നു നോൺ ഇത്രയും ടേസ്റ്റുള്ള വേറൊരു കറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മാങ്ങ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഒരു പറയുടെ ചോറുണ്ട്. അപ്പം എന്തിനാണെന്ന് ചോദിക്കും, എന്തിനാ ഒരു പറയുടെ ചോറുണ്ട്, ആവശ്യത്തിന് ഉണ്ടാപ്പോരെ എന്ന് ചോദിക്കും. അത് വേറെ കാര്യം. പക്ഷേ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റുള്ളൊരു കറിയാണിത്, ഈ മാങ്ങ മപ്പാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് അതാണ്, ഇതിൻ്റെ പേര് മാങ്ങ മപ്പാസ് എന്നാണ്. പാല് പിഴിഞ്ഞ് വെക്കുന്ന കറി ആയതുകൊണ്ട് നമ്മൾ താറാവ് മപ്പാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ മാങ്ങ വെച്ചുണ്ടാക്കുന്ന മപ്പാസാണിത്. ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്ന 3 കാര്യങ്ങളാണ്. 1 മപ്പാസ്. ഈ 2 ക്രിസ്ത്യൻ തറവാടുകളിൽ, പണ്ടത്തെ കല്യാണങ്ങളിൽ ക്രിസ്ത്യൻ തറവാടുകളിൽ പോകുമ്പോഴത്തേനും പറ്റിച്ച മീൻകറി ഉണ്ടാവും. മീൻകറിയും അതുപോലെ പ്രത്യേക തരമാണ് അവിടുത്തെ ബീഫ് റോസ്റ്റൊക്കെ, ബീഫ് കറി, അത്, പിന്നെ നല്ല ചേട്ടന്മാർ. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പെൺകുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇത് നമുക്ക് കുഴച്ച് മാറ്റിവെക്കാം. ഉപ്പും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് പുരട്ടി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാവേ.
ഇതിവിടെ ഇരിക്കട്ടെ, ശബ്ദമൊക്കെ ഉണ്ടാകാതിരുന്നോണം. ഇനി നമുക്ക് എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ. അപ്പം ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആ കർത്തവ്യത്തിലേക്ക് കിടക്കാം. കൊളുത്തിടാതി. ഇതൊന്ന് ചൂടാവണം. എനിക്ക് ഇച്ചിരി വിസ്താരമുള്ള പാത്രം ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത്. അത്രയും വലിയ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഇച്ചിരി ആർഭാടാണെന്ന് എനിക്കറിയാം. അതിലേക്ക് ചില ആൾക്കാർക്ക് കടുക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലുണ്ട് ഒരെണ്ണം, എൻ്റെ ആങ്ങളയുടെ കൊച്ച് കടുക് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ തിന്നൂല, കടുകൊക്കെ തിരിഞ്ഞ് മാറ്റി കൊടുക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി, അതിനും കടുക് ജീരകം അങ്ങനെയൊന്നും കിടക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ കടുക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് കടുക് മാത്രം തിന്നും. കടുക് ഇപ്പം പൊട്ടും. അതിലേക്ക് നാടൻ കറിവേപ്പില, ഞാൻ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇടുവാണേ. ഒരു 5-6 പച്ചമുളക്, ഒരു 3 സവോള നേരിയതായിട്ട് അരിയണം കേട്ടോ. ഒരു പിടി ചുവന്നുള്ളി. ചുവന്നുള്ളി മസ്റ്റ് അല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. നല്ലോണം വഴന്ന് വരണം. വഴന്ന് വരാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിത് ഈ മാങ്ങ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം നല്ല ഭയങ്കര ചാറായിട്ടുള്ളൊരു കറിയല്ല, ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കുന്ന ഒരെണ്ണ. അപ്പം അത് ഇങ്ങനെ ചോറിലോട്ട് വെച്ചിട്ട് ഒരു ഉണക്കമീൻ, മുള്ളനോ അല്ലെങ്കിൽ ഉണക്കമുള്ളനാണ് ടേസ്റ്റ്, കൊഴുവയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഉണക്കയില, അതും ഈ മാങ്ങയും കുഴച്ചിട്ട് ഇങ്ങനെ തിന്നണം. എൻ്റെ പൊന്നേ, ഭയങ്കര ടേസ്റ്റാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നുപോയി, ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഓക്കെ, അപ്പോൾ ഇഞ്ചി ഇടാൻ പോവാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചിട്ടാലും മതി. എനിക്കിത് നീളത്തിൽ കിടക്കണ ഇഷ്ടം, കാരണം ഈ മാങ്ങയെന്നൊക്കെ എടുത്ത് ഇങ്ങനെ ചപ്പിയൊക്കെ കളയണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടേക്കണ ഇഞ്ചി വേണം. അതൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി, ഒരുണ്ട വെളുത്തുള്ളി. ചില ആൾക്കാർ വെളുത്തുള്ളി ഇടൂല കേട്ടോ മപ്പാസിൽ. എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെളുത്തുള്ളി ഇടും. കുറച്ചും കൂടി അങ്ങോട്ട് അങ്കമാലി ചാലക്കുടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വെളുത്തുള്ളി ഇടാറില്ല. എന്താണെങ്കിലും മപ്പാസിന് ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. ഈ ഒരല്പം കുറയ്ക്കുക, ഇച്ചിരി കൂടുതലാണ്. പിന്നെ നമ്മൾ ഇന്നും അളിയൻസിൻ്റെ ലൊക്കേഷനിലാണ് കേട്ടോ. അളിയൻസിൻ്റെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഇനിയും പോവാറായിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണ്. കുറച്ചും കൂടിയൊക്കെ മൊരിയണം, ഇച്ചിരി കൂടി മൊരിയണം ഈ സവാളയും ഒക്കെ. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി മൂത്തു, എല്ലാം നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച നമ്മുടെ മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് നമ്മൾ പുരട്ടി വെച്ചതാണ്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിത് പുരട്ടി വെച്ചിട്ട് ഇച്ചിരി നേരം കൂടിയൊക്കെ ഇരുന്നാലും നല്ലതാണ്. എന്തായാലും നമുക്കിതിപ്പോൾ ഇടാം. മാങ്ങയിൽ ആ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മളതിട്ടു. ഇനി ഇവനെ നമ്മൾ ഇട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ആ മാങ്ങയൊക്കെ ഒന്ന് വാടി തുടങ്ങണം. മപ്പാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാദ് മല്ലിപ്പൊടിയുടെയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇച്ചിരി മുമ്പിൽ നിൽക്കണം. സാധാരണ നമ്മളങ്ങനെ പച്ചക്കറിയിലധികം മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ലല്ലോ, പക്ഷേ മപ്പാസിൽ മല്ലിപ്പൊടി വേണം. അതാണ് അതിൻ്റെ ഒരു ബോട്ടി. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി, എന്നാലും ഇച്ചിരി കൂടി ഇരിക്കട്ടെ അല്ലേ. ഒരു 5-6 മിനിറ്റും കൂടി ഇരിക്കട്ടെ, അപ്പോഴത്തേനും തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒരു പ്രത്യേക തരം വാസന വന്നു തുടങ്ങും. ആ ഒരു ഫ്രാഗ്രൻസ് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ടാം പാല് ഒഴിക്കും. കണ്ട മോനെ,
ഇതാണ് മപ്പാസിൻ്റെ ഒരു കളറ് മോനെ. ഇച്ചിരി ഉപ്പും കൂടി ഇടേണ്ടി വരും. ഈ മാങ്ങ ഇതിൽ കിടന്ന് വേകണം, വെന്ത് അതൊന്ന് ഉടഞ്ഞ് നല്ല പരുവാവണം. മാങ്ങ അറിയാലോ, ഒന്ന് തിളയ്ക്കുമ്പോൾ വേകും. ഞാനൊന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പിടാം. പ്രധാനപ്പെട്ടൊരു ഐറ്റം ലാസ്റ്റ് ചേർക്കാനുണ്ട്. അതും മല്ലിപ്പൊടിയൊക്കെയാണ് മാങ്ങാ മപ്പാസിൻ്റെ സ്പെഷ്യൽ സാധനം. കണ്ടോ മപ്പാസിൻ്റെ ഒരു കിടപ്പ് കണ്ടോ മോനെ? ഓ, ഇത് ചോറി കുഴച്ച് തിന്നണം. തിന്നാത്തവരെന്തായാലും നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് വെന്ത് പറ്റട്ടെ കേട്ടോ. ഇനി മറ്റേ സാധനം അതെന്താണെന്ന് ലാസ്റ്റേ പറയുള്ളൂ. മറ്റേ സാധനം കൂടി ചേർക്കുമ്പോഴത്തേനും സെറ്റ്. അതൊക്കെ നമ്മുടെ ട്രേഡ് സീക്രട്ടാണ്, ലാസ്റ്റേ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പരിപാടി പകുതിക്ക് വെച്ച് കണ്ടിട്ട് നിർത്തിയിട്ട് പോകും. അങ്ങനെ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ. പിന്നെ മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് മൂടേണ്ട ആവശ്യമില്ല. അതിരുന്ന് അങ്ങ് പറ്റി അങ്ങ് വെന്തോളും. അപ്പോൾ വേഗട്ടെ, 5 മിനിറ്റ്. അപ്പം നമ്മുടെ രണ്ടാം പാലൊക്കെ ഒഴിച്ചത് പറ്റി കുറുകി നല്ല മണമൊക്കെ വരുന്നുണ്ട്. മാങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ അങ്ങനെ കല്ല് പോലെയല്ല കിടക്കണം. ആ പരുവത്തിലാണ് കേട്ടോ മാങ്ങ കിടക്കുന്നത്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണം, നല്ല കുറുകിയ പാല്. ഇതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്ന് ചൂടായാൽ മതി, തിളപ്പിക്കണ്ട. ഇനി മെയിനായിട്ടുള്ളൊരു സാധനം ഇതിനകത്തേക്ക്, മെയിനായിട്ടുള്ള 2 സാധനങ്ങൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കും. അതിന് മുമ്പ് ഇതിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം. സൂപ്പർ. അപ്പം ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ചേർത്തിട്ട് ബാക്കി കാര്യം. ഒരു 1/2 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ പഞ്ചസാര, ലേശം കായപ്പൊടി. ചിലർ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയിടും. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കായത്തിൻ്റെ പൊടിയാണ് ഇടാറ്. ചിലർ അങ്കമാലി മറ്റേ അങ്ങോട്ടൊക്കെ ഉള്ളവർ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയിടും. നമുക്ക് എന്തായാലും എൻ്റെ നാവിൻ്റെ ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതിടാം. കണ്ട, കുറുകുറാന്നിരിക്കുന്ന കറിയാണ് മാങ്ങാക്കറി, മാങ്ങ മപ്പാസ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ താറാവ് മപ്പാസിനെ തോപ്പിക്കുന്ന മാങ്ങാക്കറിയാണ് മാങ്ങ മപ്പാസ്. ഇത് ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യാത്തവർ വൻ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. 2 മാങ്ങയും 5-6 സവാള ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് കല്യാണ സദ്യക്ക് ഉണ്ടാക്കുന്ന മാങ്ങ മപ്പാസ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഓ എൻ്റെ മോനെ, എന്താ മോനെ ടേസ്റ്റ്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇത് ബൗളിലേക്ക് മാറ്റി ഞാൻ ചോറ് കൂട്ടി ഇപ്പോൾ ഒരാൾക്ക് ഇവിടുന്ന് കഴിക്കാൻ കൊടുക്കും. ചോറും മാങ്ങ മപ്പാസും കൂടി ഇന്നിവിടെ ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുക. ആ ഭാഗ്യവാൻ ആരാണെന്ന് നറുക്കിട്ട് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. ചെറിയ ചെറിയ തിള ഇങ്ങനെ പതഞ്ഞ് വരുന്നു. അതാണ് അതിൻ്റെ പാകം. തിളപ്പിക്കേ വേണ്ട. നമുക്ക് തീ നിർത്താം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആ കായത്തിൻ്റെയും മല്ലിപ്പൊടിയുടെയും ഒരു മണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് പ്രത്യേക തരത്തിലാണ്. നമുക്ക് കുറച്ച് ചോറ് ഇവിടെ ഉണ്ട്. ഈ ചോറിനെ ഞാൻ മാങ്ങ മപ്പാസ് ഉണ്ടാക്കിയ ഉരുളിയിലേക്ക് തട്ടാൻ പോവാണ് സുഹൃത്തുക്കളെ. ശരിക്കിത് വെറുതെ ടേസ്റ്റ് ചെയ്യാൻ, കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഇത് ചോറിനോട് കൂടെ കുഴച്ചങ്ങ് കഴിക്കേണ്ടതാണ്. ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ സൂപ്പർ, ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ചോറിനെ ഇങ്ങോട്ട് ഇടാൻ പോവാണേ. ഇന്നിവിടെ ഇടിയായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി, നിങ്ങൾ നോക്കിക്കോ. ശരിക്കും ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ടതാണ്. ഉരുളിയിൽ നിന്ന് തന്നെ വാരി തിന്നട്ടെ അല്ലേ. വി ആർ ലോക്കൽസ്. അപ്പോൾ ചോറ് റെഡി, മാങ്ങ മപ്പാസ് റെഡി. ചോറുണ്ണേണ്ട ആള് കടന്നു വരേണ്ടതാണ്. വരുന്നു മോനെ. ഞങ്ങളുടെ സുന്ദരനും സുമുഖന്മാരും ആക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദിലീപേട്ടനാണ്, മേക്കപ്പ് മാനാണ്. അപ്പോൾ ദിലീപേട്ട, ഈ കറി കഴിച്ചിട്ടുണ്ടോ മാങ്ങ മപ്പാസ്? ചേച്ചി ഇപ്പോൾ ഈ കറി ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക്
ആദ്യം ഓർമ്മ വന്നത് മണിച്ചേട്ടനെയാണ്. ആ കാരണം മണിച്ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ്. മണിച്ചേട്ടൻ അതിരപ്പള്ളിയിൽ അവിടെ ആദിവാസികൾക്ക് വേണ്ടി ഒരു തവണ ഓണാഘോഷത്തിന് അവർക്ക് മാങ്ങ മപ്പാസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണക്കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ചേട്ടനെയാണ്. കാരണം ചേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ല, അതില് മാഗിയുടെ കോക്കനട്ട് മിൽക്കിന്റെ മാഗിയുടെ തേങ്ങാപ്പാല് തന്നെയാണ്, പക്ഷെ അത് ഇൻസ്റ്റന്റ് മിൽക്ക്. അതെ അതെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ അത് പഴഞ്ചോറ് കൂട്ടി കഴിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ പിറ്റേ ദിവസം ആക്കാൻ പറ്റില്ല. ചോറ് പഴഞ്ചോറാണ്. ഇന്നത്തെ ഫ്രഷ് ആയിട്ടുള്ള കറി കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാ വാ. അവിടെ ഇട്ടങ്ങോട്ട്. ഇത് ചാലക്കുടി സ്റ്റൈലാണ്. അതാ കഴിപ്പ്. സൂപ്പർ അല്ലേ? അപ്പോ മാങ്ങ മപ്പാസ് ചേച്ചി പറഞ്ഞ മാതിരി കല്യാണം ചാലക്കുടി സൈഡ്, അങ്കമാലി ചാലക്കുടി നമ്മുടെ ഏരിയയിലോട്ട് കല്യാണത്തിന്റെ തലേ ദിവസം ഈ കറി. ഇതെന്താണ് നിങ്ങൾ അങ്കമാലിക്കാരും ചാലക്കുടിക്കാരും ഇതിനെ അടങ്കലിടുന്നത്? ഞങ്ങളുടെ കിഴക്കമ്പലം ഉണ്ട് അതിന്റെ കൂടെ. കിഴക്കമ്പലം പെരുമ്പാവൂരൊക്കെ ഉണ്ട്. ആ പ്രാന്തപ്രദേശങ്ങളിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഈ കറി. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ എനിക്ക് തന്നത് ഒരു നൊസ്റ്റാൾജിയാണ്. മണിച്ചേട്ടന്റെ ഓർമ്മകൾ ഇപ്പൊ ഇത്രയും നല്ല ടേസ്റ്റ് ആക്കി മപ്പാസാക്കി തന്ന് ചേച്ചിക്ക് വളരെയധികം നന്ദി. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ വന്നിട്ട് എനിക്ക് നന്ദി പറയുന്നത്. നന്ദിയുണ്ട് കൂട്ടുകാരാ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഉണ്ടാക്കിയ ആള് കഴിച്ചിട്ട് മതി ബാക്കി എല്ലാവരുടെയും കഴിപ്പ്. ഞാനൊരെണ്ണം കഴിച്ചു നോക്കട്ടെ. അപ്പൊ ചേട്ടാ, അപ്പൊ ഞാനും കഴിക്കട്ടെ? ഞാനും കഴിക്കാൻ പോണേ. സൂപ്പറാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. മാങ്ങ മപ്പാസ് വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മഞ്ജൂസ് കിച്ചൻ ഇനി ഒരു പുതിയ ഡിഷുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. ഒരു ടാറ്റ പറഞ്ഞേക്ക്.